ഹലോ ഡിയേഴ്സ്, ഇന്ന് നാം പറയാൻ പോകുന്ന റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ക്ലോഷറാണ് ആർ സ്റ്റാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർ പ്ലസ് പറഞ്ഞിരുന്നു ട്രാൻസിറ്റീവ് ക്ലോഷർ. ഇത് റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ക്ലോഷറാണ്. എങ്ങനെയാണ് ആർ സ്റ്റാർ കണ്ടുപിടിക്കുക, എന്താണ് ആർ സ്റ്റാർ എന്നാണ് പറയുന്നത്. ആർ പ്ലസ്, അതായത് ട്രാൻസിറ്റീവ് ക്ലോഷർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർ സ്റ്റാർ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ആർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിലേഷൻ്റെ യൂണിയനാണ് എന്നുള്ളത്. റിലേഷൻ്റെ യൂണിയൻ എന്ന് പറയാൻ കഴിയില്ല, കോമ്പോസിറ്റ് റിലേഷൻ്റെ യൂണിയൻ എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ലെറ്റ് ആർ ബി ദ റിലേഷൻ ഇൻ എസ്, ദെൻ ദ റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് ആർ ഡിനോട്ടഡ് ബൈ ആർ സ്റ്റാർ ഈസ് ദ സ്മോളസ്റ്റ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ കണ്ടെയ്നിങ് ആർ. ആർ എന്നുള്ള റിലേഷനിലെ ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് റിലേഷനാണ് ആർ സ്റ്റാർ. എന്താണ് റിഫ്ലക്സീവ്, എന്താണ് ട്രാൻസിറ്റീവ് എന്നൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ റിലേഷനിലെ ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ഫംഗ്ഷനാണ് ആർ സ്റ്റാർ എന്ന് പറയുന്നത്. ഒരു റിലേഷനിലെ ആർ പ്ലസ് അല്ലെങ്കിൽ ആർ സ്റ്റാർ കൺസ്ട്രക്ട് ചെയ്യാൻ, ആർ പ്ലസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. എനിക്ക് ജസ്റ്റ് പറയാം, കാരണം പ്രത്യേകിച്ച് ആർ സ്റ്റാറിന് വേണ്ടി പ്രത്യേകം ഒന്നും പഠിക്കാനില്ല. ആർ പ്ലസ് മനസ്സിലാക്കിയാൽ ആർ സ്റ്റാർ എഴുതാൻ വളരെ ഈസിയാണ്. അപ്പോൾ ലെറ്റ് ആർ വൺ ആൻഡ് ആർ ടു ബി ടു റിലേഷൻ ഇൻ എസ്. ആർ വണ്ണും ആർ ടു എസ്സിലെ രണ്ട് റിലേഷൻ ആണെങ്കിൽ ആർ വൺ കോമ്പോസിറ്റ് ആർ ടു എന്ന് പറയുന്നത് എ സി ബിലോങ്സ് ടു എസ് ക്രോസ് എസ് എന്നാണ് പറയുന്നത്. അതായത് എ സി എന്ന് പറയാൻ കാരണം എ എന്നുള്ളത് ബിയിനോട് റിലേഷനും ബി എന്നുള്ള സിക്ക് റിലേറ്റഡ് ആണെങ്കിൽ, അതായത് എ എന്നുള്ളത് ബിക്ക് റിലേറ്റഡും ബി എന്നുള്ളത് സിക്ക് റിലേറ്റഡും ആണെങ്കിൽ നമുക്ക് എ റിലേറ്റഡ് സി എന്ന് പറയാൻ കഴിയും. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ്, സെയിം കാര്യം തന്നെ. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. എ സി എന്ന് പറയുന്നത് എ റിലേറ്റഡ് ബിയും ബി റിലേറ്റഡ് സിയും ആണെങ്കിൽ നമുക്ക് എ റിലേറ്റഡ് സി എന്ന് പറയാം. ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആർ വൺ കോമ്പോസിറ്റ് ആർ വൺ ആണ്. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. പിന്നെ ആർ എൻ എന്ന് പറയാം ആർ എൻ മൈനസ് വൺ റിലേറ്റഡ് ടു ആർ എന്ന് പറയാം. അതായത് ആർ റേസ് ടു 5 എന്ന് പറയുന്നത് ആർ ഫോർ കോമ്പോസിറ്റ് ആർ ആണ്. ആർ സിക്സ് എന്ന് പറയുന്നത് ആർ ഫൈവ് കോമ്പോസിറ്റ് ആർ ആണ്. അതുകൊണ്ട് തന്നെ ആർ എൻ എന്ന് പറയുന്നത് ആർ എൻ മൈനസ് വൺ റിലേറ്റഡ് ആർ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് പറയാനുള്ളൂ. ആർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ സ്റ്റാർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ പ്ലസ് യൂണിയൻ എ ബിലോങ്സ് ടു എ ബിലോങ്സ് ടു എസ് ആണ്. അതായത് എസ് എന്നുള്ളത് സെറ്റാണ്. അതിൽ എ അതായത് 1 2 3 എന്ന് പറയുന്ന സെറ്റാണ് എന്നുണ്ടെങ്കിൽ അതിൽ എ എന്ന് പറയുന്നത് 1 1 2 2 3 3, അതായത് ഒരേ പെയർ അങ്ങനെ ആണ് എടുക്കുക. അപ്പോൾ ആർ പ്ലസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്, ഇതിൻ്റെ യൂണിയൻ കൂടി ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. റിഫ്ലക്സീവ് ട്രാൻസ്ഫർ ക്ലോഷറിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ആർ പ്ലസ് എന്നുള്ള ക്ലോഷർ, അതായത് ട്രാൻസിറ്റീവ് ക്ലോഷറിൻ്റെ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആർ പ്ലസ് അറിഞ്ഞാൽ മാത്രമേ റിഫ്ലക്സീവ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Let capital R equal to, അതായത് റിലേഷൻ ആർ എന്ന് പറയുന്നത് എ ബി പെയർ എ ബി കോമ ബി സി ആൻഡ് സി എ. ഫൈൻഡ് ആർ സ്റ്റാർ. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ക്ലോഷർ. അപ്പോൾ നമുക്ക് ആദ്യം ആർ സ്റ്റാർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് എന്നറിയണം. ആർ സ്റ്റാർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് അറിയേണ്ടത്. അപ്പോൾ ആർ സ്റ്റാർ ഈക്വൽ ടു, ആർ സ്റ്റാർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ സ്റ്റാർ ഈക്വൽ ടു ആർ പ്ലസ് യൂണിയൻ
പെയർ എ ബിലോങ്സ് ടു എസ്. ഇതാണ് ആർ സ്റ്റാർ കാണാനുള്ള ജനറലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ആർ എന്ന് പറയുന്നത് എ ബി ബി സി സി എ എന്ന് പറയുന്നൊരു സെറ്റാണ്. അപ്പോൾ ആദ്യം നമ്മളെന്ത് കാണണം? ആർ പ്ലസ് കാണണം. ആർ പ്ലസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. ആർ പ്ലസ് കാണാൻ നമുക്ക് അറിയുന്നതുമാണ്. ഒന്നുകൊണ്ട് എന്നാലും ഒരു പ്രോബ്ലം കൊണ്ട് ചെയ്യാം. ആർ എന്ന് പറയുന്നത് എടുത്തെഴുതുക. എ ബി ബി സി സി. ഇനി അടുത്ത് കാണേണ്ടത് ആർ കോമ്പോസിറ്റ് ആർ എന്ന് പറഞ്ഞാൽ എ ബി ബി സി സി എ കോമ്പോസിറ്റ് എ ബി ബി സി സി എ. എ ബി ബി സി, സോ എ സി. ഇവിടെ ബി സി സി എ, സോ ബി എ. സി എ എ ബി, സോ സി ബി. So R square is equal to AC BA CB. Next R cube. R cube എന്ന് പറയുമ്പോൾ R square composite R. നമുക്കിത് 5 ആവുന്ന കേസിലാണ് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ 5 ആവുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഇത് അങ്ങനെ 5 ആവുന്നില്ലാത്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. എവിടെയാണ് റിപ്പീറ്റേഷൻ വരുന്നത് അവിടെ വെച്ചിട്ട് ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആർ ക്യൂബ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ കോമ്പോസിറ്റ് ആർ ആണ്. സോ ആർ സ്ക്വയർ എന്നുള്ളത് നമുക്ക് കിട്ടി എ സി ബി എ സി ബി. കോമ്പോസിറ്റ് ആർ എന്ന് പറയുന്നത് എ ബി ബി സി സി എ. ഇത് അതുപോലെ തന്നെ നോക്കണം. ഇവിടെ എ സി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. സോ രണ്ട് സി കോമൺ വരുന്നത് പിന്നെ ഇവിടെ അടുത്തത് ബി എയും വരുന്നു എ ബി. അതായത് ലാസ്റ്റിൽ ഇവിടുത്തെ ലാസ്റ്റത്തതും അവിടെ ഫസ്റ്റിലും സെയിം ആയി വന്നാൽ മതി. ഇത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞില്ലേ അതുപോലെ. ഇപ്പോൾ ബി ബി സി ബി ബി സി, സോ സി സി. ഇതാണ് ആർ ക്യൂബ് വരുന്നത്. നമുക്ക് R4 നോക്കണം. R4 എന്ന് പറയുന്നത് ആർ ക്യൂബ് കോമ്പോസിറ്റ് ആർ ആണ്. ആർ ക്യൂബ് എന്ന് പറയുന്നത് എ ബി ബി സി സി കോമ്പോസിറ്റ് ആർ എന്ന് പറയുന്നത് എ ബി ബി സി സി. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം എയും ഇ ബിയും. സോ എ ബി 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 സി, സോ ബി സി. അടുത്ത സി 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 എ, സോ സി എ.
ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു സെറ്റ് നമുക്ക് പരിചയമുള്ള സെറ്റാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ സെറ്റാണ്, R എന്നുള്ള പറയുന്ന സെറ്റാണ്. അത് നമുക്ക് ഇതിൽ പകരം R എന്ന് കൊടുക്കാം. അപ്പോൾ R⁴ എന്ന് പറയുന്നത് R തന്നെയാണ് നമുക്ക് കിട്ടി. R5, നമുക്ക് R5നെ R4 കോമ്പോസിറ്റ് R എന്നാണ് എഴുതുക. R⁴ എന്ന് പറയുന്ന R ആണ്. സോ ഇതിന് പകരം നമുക്ക് R എന്ന് എഴുതാം. R കോമ്പോസിറ്റ് R എന്ന് എഴുതാം. കോമ്പോസിറ്റ് R എന്ന് പറഞ്ഞാൽ R² ആണ്. അതുപോലെ R6 എന്ന് പറയുമ്പോൾ R5 കോമ്പോസിറ്റ് R ആണ്. R5 എന്ന് പറയുന്നത് R² ആണ്. സോ R² കോമ്പോസിറ്റ് R എന്ന് പറയുന്നത് R3. R7 എന്ന് പറയുന്നത് R6 കോമ്പോസിറ്റ് R ആണ്. R6 എന്ന് പറയുന്നത് R³ ആണ്. R³ കോമ്പോസിറ്റ് R എന്ന് പറഞ്ഞാൽ R⁴ ആണ്. R⁴ എന്ന് പറഞ്ഞാൽ വീണ്ടും R ആണ്. ഇങ്ങനെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അതായത് പിന്നെ അടുത്തത് R² R³ വീണ്ടും R, അങ്ങനെ ഈ ഒരു R² Rnൻ്റെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് വരിക. വീണ്ടും R വരും. അങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. R8 എന്ന് പറയുമ്പോൾ R² ആവും. R9 എന്ന് പറയുമ്പോൾ R³ ആവും. പിന്നെ R10 എന്ന് പറയുമ്പോൾ വീണ്ടും R ആവും. അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ therefore Rn is on R, R² R³ ഇങ്ങനെയാണ് വരിക. അതായത് എപ്പോഴും ഇതിലെ ഒരു ട്രാൻസിറ്റീവ് ക്ലോഷർ R+ എന്ന് പറയുന്നത് ഈ ഒരു 3 പ്രൊഡക്റ്റിൻ്റെ യൂണിയൻ ആയിട്ടാണ് വരിക. R യൂണിയൻ R² യൂണിയൻ R³ എന്ന ഈ 3 നമ്മുടെ പ്രോബ്ലത്തിലെ ഈ 3 എണ്ണത്തിൻ്റെയും യൂണിയൻ ആയിട്ടാണ് R+ വരിക. therefore R+ is equal to പറഞ്ഞു R യൂണിയൻ R² യൂണിയൻ R³ ആണ്. R എന്ന് പറയുന്നത് AB BC ആണ്. യൂണിയൻ R² എന്ന് പറയുന്നത് AC BAC ആണ്. യൂണിയൻ R³ എന്ന് പറയുന്നത് AABBCC ആണ്. ഈ 3 എണ്ണത്തിൽ കൂടി യൂണിയനാണ് R+ എന്ന് പറയുന്നത്. അതായത് യൂണിയൻ എന്ന് പറഞ്ഞത് നിരത്തി എഴുതാം. AB നിരത്തി എഴുതുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. BCCA AC റിപ്പീറ്റേഷൻ ഉള്ളത് ഒഴിവാക്കും ചെയ്യാം. R+ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് R* കാണാൻ വളരെ ഈസിയാണ്. R* എന്നുള്ള ഡിഫ്ലക്സി ട്രാൻസിറ്റീവ് ക്ലോസ് R* is equal to R+ യൂണിയൻ belongs to S. ഇതാണ് ഇക്വേഷൻ. R+ നമുക്ക് ഡയറക്റ്റ് അറിയാം. ഇതാണ്. അതിനോട് കൂടി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് R ഏതൊക്കെ എലമെൻ്റ് ആണോ ഉള്ളത് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതായത് 1 2 3 എന്നുള്ള 3 എലമെൻ്റാണ് സെറ്റിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതണം 1 1 2 2 3 3. അതാണ് എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ABC ആണെങ്കിൽ AA BB CC അങ്ങനെയാണ് എഴുതേണ്ടത്. അതാണ് സെറ്റേഴ്സ് എന്ന് പറയുന്നത് തന്ന സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ ഈ തന്ന അത്രയും പ്രോപ്പർട്ടി എഴുതും ചെയ്യുക. R+ എന്നുള്ള ഞാൻ R+ എന്ന് എഴുതി, ഇത് റിപ്പീറ്റ് ചെയ്തതിന് പകരം R+ എന്ന് എഴുതി യൂണിയൻ. നമ്മുടെ പ്രോബ്ലത്തിൽ R എന്ന് പറഞ്ഞ AB BC CA. അതിന് പകരം നമുക്ക് AA
BBCC എന്ന് എഴുതാം. ഒരേ എലമെൻ്റ് ആക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇനി എഴുതുമ്പോൾ R സ്റ്റാർ എന്ന് പറയുന്നത് എന്തായി മാറും? ഈ ഒരു സെറ്റും നമ്മുടെ ഈ ഒരു R+ൻ്റെ സെറ്റും യൂണിയനും. പക്ഷേ ഈ ഒരു ഇതൊരു റിപ്പീറ്റേഷൻ അല്ല, കാരണം ഓൾറെഡി ഈ സെറ്റിൽ ഇതുള്ളത് കൊണ്ട് ABBCC എന്നുള്ളത് R+ എന്നുള്ള സെറ്റിലുള്ളത് കൊണ്ട് നമുക്കിത് പ്രശ്നമല്ല, കാരണം ഇതേ ആൻസർ തന്നെയാണ് വീണ്ടും വരിക. ABBCCA ACBA CB AA BBCC. വീണ്ടും യൂണിയൻ AABBCC എന്ന് പറയുമ്പോൾ AA ഓൾറെഡി ഇതിലുണ്ട്, BB ഇതിലുണ്ട്, CC ഉണ്ട്. വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് തന്ന ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ക്ലോഷർ. ഇതാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.